ഈ 3 കുട്ടികളും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ചും ഞങ്ങൾക്ക് അറിയാവുന്ന പൂർണ്ണ ബോധ്യത്തോടെ പറയാൻ പറ്റും. അവർ 3 പേരും കൺഫേംഡ് ടിക്കറ്റിൽ ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രാവൽ ചെയ്യാൻ വന്നതാണ്. അവര് നിസാമുദ്ദീൻ ഹംസഫർ എക്സ്പ്രസിൽ വിത്ത് കൺഫേം ടിക്കറ്റ് ദേവർ പ്ലാനിംഗ് ടു ട്രാവൽ. അവരുടെ പേരന്റ്സിന്റെ കൺസെന്റ് ലെറ്റർ അവരുടെ കയ്യിലുണ്ടായിരുന്നു, സിസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ അവരുടെ ആധാർ കാർഡ് കാണിക്കുന്ന അനുസരിച്ച് അവരെല്ലാവരും മേജറാണ്. ആധാർ കാർഡിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, ടിക്കറ്റ്സിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അവരെല്ലാവരും സ്വന്തം ഇഷ്ടത്തോടു കൂടി വന്നവരാ. ഈ ഇൻസിഡന്റ് ഉണ്ടായത് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇവര് ബസ്സിന് വന്നു. നാരായൺപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ബസ്സിന് വന്നിട്ട് ദുർഗിൽ ഇറങ്ങി. ദുർഗ് ബസ് സ്റ്റോപ്പിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് there was a confrontation from somebody. അവരോടാണ് അവര് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ഉണ്ട്, ഇപ്പൊ ടിക്കറ്റ്സ് ഉള്ള പാസഞ്ചേഴ്സ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടിക്കറ്റ്സ് സിസ്റ്റേഴ്സിന്റെ കയ്യിലാന്ന് പറഞ്ഞു സിസ്റ്റേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്തു, ടിക്കറ്റ്സ് കാണിച്ചു കൊടുത്തു. ആൻഡ് ദെൻ ദർ വാസ് എ പ്രോബ്ലം ആൻഡ് ലേറ്റർ സംഹൗ ത്രൂ മീഡിയ ഓർ സംബഡി പാരിഷ് പ്രീസ്റ്റ്, അടുത്തുള്ള പാരിഷ് പ്രീസ്റ്റ് അറിഞ്ഞു. പാരിഷ് പ്രീസ്റ്റ് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളൊക്കെ പോയപ്പോൾ നമ്മൾ ആരെയും, അതായത് പാരിഷ് പ്രീസ്റ്റിന്റെയും അവിടുത്തെ സിസ്റ്റേഴ്സിന്റെയും സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആരെയും അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. സിസ്റ്റേഴ്സ് വെർ ഇൻ ട്രബിൾ. പിന്നെ കുട്ടികൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സിനെ ഒക്കെ റിവേർട്ട് ചെയ്യാനായിട്ട് അവർ ഫോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് കിട്ടിയേക്കണേ ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടതാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു കുട്ടികളോട്. ആയിരിക്കാം, വി ഡോണ്ട് നോ. രാഷ്ട്രത്തിന്റെ ആണോ അതോ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പിന്റെ ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഫാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നവർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അവരുടെ ഈ പൂർണ്ണ ബോധ്യത്തിനെ കുറിച്ച് എനിക്കൊരു കമന്റ് പറയാനില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായ എവിഡൻസുകളുണ്ട്. ഞങ്ങൾ ആരെയും കൺവേർട്ട് ചെയ്തിട്ടില്ല, ആരെയും ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ടില്ല. അവര് ക്രിസ്ത്യൻസ് ആണ്. വേണ്ടി വന്നത്. കേന്ദ്ര സർക്കാരിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇതാണ്. ക്രൈസ്തവ സന്യാസികളായ ഞങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തോടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തോടെയും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതിനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.